നാടിനെ കണ്ണീരണിയിച്ച് കുഞ്ഞുമിഥുൻ പിച്ചവെച്ച വീട്ടുമുറ്റത്തെ മണ്ണിലേക്ക് തന്നെ മടങ്ങി. കണ്ണീർക്കടലായി ജന്മനാടായ വെള്ളയറ ഗ്രാമം. വ്യാഴാഴ്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റു മരിച്ച മിഥുന് യാത്രാമൊഴിയേകിയത് ജനസാഗരമാണ്. ഫുട്ബോളിൽ തിളങ്ങുക, സൈനികനായി ജന്മനാടിനും കുടുംബത്തിനും സംരക്ഷനാകുക, ഇതൊക്കെയായിരുന്നു 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുന്റെ കുഞ്ഞു മനസ്സ് കണ്ട സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനായി പ്രയത്നിക്കാനും മനസ്സ് കാണിച്ച മിഥുൻ കുടുംബത്തിന്റെയാകെ സന്തോഷവും പ്രതീക്ഷയുമായിരുന്നു. വ്യാഴാഴ്ച സ്കൂളിലേക്ക് പോകുമ്പോഴും മിഥുനെ ഒരുക്കി ഭക്ഷണം നൽകി യാത്ര പറഞ്ഞ മുത്തശ്ശി മണിയമ്മ അറിഞ്ഞിരുന്നില്ല പൊന്നോമനയുടെ മടക്കം ഇങ്ങനെയാകുമെന്ന്. മരണവിവരം അറിഞ്ഞതു മുതൽ ഇതുവരെയും തേങ്ങൽ അടക്കാനാകാതെ അവശയായ മണിയമ്മയെ സ്വാന്തനിപ്പിക്കാൻ മിഥുനെ അന്ത്യയാത്രയാക്കാനെത്തിയ ആർക്കും ആകുമായിരുന്നില്ല. കരഞ്ഞു തളർന്ന മണിയമ്മയെ മൃതദേഹം എത്തിക്കും മുമ്പ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയാണ് കരയാനുള്ള ആരോഗ്യമെങ്കിലും വീണ്ടെടുത്തത്. നടക്കാൻ പോലും പ്രയാസം നേരിടുന്ന മുത്തശ്ശൻ വിജയനെ കൈപിടിച്ചു നടത്തിയിരുന്ന ചെറുമകന്റെ വേർപാട് ആ വൃദ്ധനെയും അപ്പാടെ തളർത്തിയിരിക്കുന്നു. വ്യാഴാഴ്ച ട്യൂഷൻ ക്ലാസ്സിലാക്കി പോരുമ്പോൾ നിറചിരിയോടെ യാത്ര പറഞ്ഞ മകന്റെ ചേതനയേറ്റ ശരീരം കാണാനുള്ള ത്രാണി പിതാവ് മനുവിനും ഇല്ലായിരുന്നു. അമ്മ സുജയുടെ മനസ്സിന് കരുത്തു പകരാനും മനു പ്രയാസപ്പെടുന്ന കാഴ്ച ആരെയും കണ്ണീരിലാഴ്ത്തി. നാടിന്റെ നൊമ്പരമായി മിഥുന്റെ വേർപാട് മാറിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ മിഥുന്റെ അന്ത്യയാത്രാ സമയം വീട്ടിൽ നിന്ന് ഉയർന്നത് അമ്മമാരുടെ കൂട്ടക്കരച്ചിലായിരുന്നു. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊല്ലം.